ശില്പിക്ക് ശില്പിയുടെ ശില്പസമ്മാനം നൽകിയ ചിത്രപ്രദർശനം വ്യത്യസ്തമായി. കൂത്തുപറമ്പ് UP സ്കൂളിൽ നടക്കുന്ന വരയിടം കുട്ടികളുടെ ചിത്രപ്രദർശനവും ക്യാമ്പും നടക്കുന്ന വേദിയിലാണ് ഈ വ്യത്യസ്തമായ അപൂർവമായ ചടങ്ങിന് അവസരം ഒരുങ്ങിയത്. ഫൈബറിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കാരിക്കേച്ചർ ശില്പത്തിന് 4.5 അടി ഉയരമുണ്ട്. 2 വർഷം മുൻപ് ഡാവിഞ്ചി സുരേഷിൻ്റെ 50ാം ജന്മവാർഷികത്തിന് കൊടുങ്ങല്ലൂരിലെത്തിയ ഉണ്ണി കാനായി ഡാവിഞ്ചി സുരേഷിൻ്റെ ശില്പം സമ്മാനിച്ചിരുന്നു. വരയിടം ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിക്കുവാൻ ഉണ്ണി കാനായിയെയും ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ ഡാവിഞ്ചി സുരേഷിനെയും നിശ്ചയിച്ചതോടെയാണ് ഷൈജുവിൻ്റെ സുഹൃത്തായ സുരേഷിന് ഉണ്ണിയുടെ ശില്പം നിർമ്മിക്കുവാനുള്ള അവസരമൊരുങ്ങിയത്. 2 വർഷമായി ഡാവിഞ്ചി സുരേഷ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹമാണ് ഉണ്ണിയുടെ ശില്പം നിർമ്മിച്ച് നൽകണമെന്നുള്ളത്. ഏറ്റവും പ്രശസ്തനായിട്ടുള്ളൊരു ശില്പിയാണ് നമ്മുടെ ഉണ്ണി കാനായി. അപ്പോൾ 2 വർഷം മുമ്പ് ഞങ്ങളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ ഒരു 50ാം ജന്മവാർഷികം അവിടെ ഒരു ഹാളിൽ വെച്ചാണ് നടത്തിയത്. ദർബാർ ഹാളിൽ ഒരുപാട് സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും ശില്പികളും കലാകാരന്മാരും അഭിനേതാക്കളൊക്കെ അതിനകത്ത് പങ്കെടുത്തു. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി കൊണ്ടുവന്ന് തന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ഗോൾഡൻ ശില്പമാണ് എൻ്റെ മുഖം. അതിപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ സമ്മാനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീട് വളരെ മനോഹരമായിട്ട് തന്നെ ഞാൻ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മനസ്സിൽ സൂക്ഷിച്ച് വെച്ച ഒരു കാര്യമാണ് എന്തെങ്കിലും ഒന്നൊന്ന് തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് കാണാനുള്ളൊരു ഭാഗ്യം കൂടി നിങ്ങളുടെ വരയിടത്തിലെ കുട്ടികൾക്കും കൂടി ഉൾപ്പെട്ടതാണ്. കാരണം അത് ഷൈജുവുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ കണ്ണൂർ വരുമ്പോൾ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ വീട്ടിൽ പോയിട്ട് അത് കൊടുക്കാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷേ അതിനേക്കാൾ ഉപരി വീട്ടിൽ പോയിട്ട് ആരും കാണാതെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കുട്ടികൾക്കും കൂടി ഒരു പ്രചോദനമാവുമല്ലോ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം ഞാൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ശില്പത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതൊരു കാരിക്കേച്ചർ ശില്പമാണ്, റിയലിസ്റ്റിക് അല്ല. അപ്പോൾ അതിൻ്റേതായ കുറവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം കാരിക്കേച്ചർ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, വൾഗാരിറ്റി കൂടുതലായിരിക്കും. ചിലപ്പോൾ മൂക്ക് വലുതായിരിക്കും, അല്ലെങ്കിൽ ചുണ്ട് വലുതായിരിക്കും, ശരീരം ചെറുതായിരിക്കും, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടി കുട്ടികൾക്കത് പകർന്നു കൊടുക്കുകയും ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ വെച്ചത് നമ്മൾ എന്താ പറയുക അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഉണ്ണി ഇവിടെ ഉദ്ഘാടനത്തിനായിട്ട് എത്തുന്നു, ഞാനും എത്തുന്നു. ഷൈജുവിൻ്റെ ഈ ഒരു സപ്പോർട്ടോടുകൂടി ഷൈജു കൂടുതൽ നമ്മളോട് സഹകരിച്ചത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ഒരു ലോകത്ത്, ഈ കലാലോകത്ത് എല്ലാവരും കലാകാരന്മാരാണ്, ഒരു കലാസംഗമം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് 2-3 ദിവസം കൊണ്ട് മാത്രം പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടിയ ഒരു ശില്പമാണ് ഉണ്ണി ഉണ്ടാക്കി. അത്ര നന്നാവണമെന്നില്ല, കാരണം പോർട്രേറ്റ് ശില്പങ്ങളുടെ ഗംഭീരമായിട്ടുള്ള കഴിവുള്ളൊരു കലാകാരനാണ്. ആ പോർട്രേറ്റ് ശില്പങ്ങളുടെ ഇടയിൽ ഞാനൊരു പോർട്രേറ്റ് കൊണ്ട് കൊടുത്താൽ അത് അത്ര ഭംഗിയാവില്ല എന്നറിയാം. അതുകൊണ്ട് ഒരു കാരിക്കേച്ചർ ആയിട്ടുള്ളൊരു ശില്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടത് ഞാനത് തുറന്ന് കാണിക്കാം. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഈ ഒരു ശില്പം. അപ്പോൾ ഇന്നിവിടെ ഞാൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിട്ടായിരുന്നു. പക്ഷേ ഏതായാലും നിങ്ങൾക്കൊക്കെ ഈ വേദിയിൽ പങ്കിട്ടുകൊണ്ട് എനിക്ക് ഈ സമ്മാനം ഇടുവാൻ കഴിയും മഹാഭാഗ്യമായി കരുതുന്നു. സന്തോഷം. തുടർന്ന് സ്വാമി വന്ദനരൂപൻ ജ്ഞാനതപസ്വി, ഉണ്ണി കാനായി, ഡാവിഞ്ചി സുരേഷ്, സനൽകുമാർ P, മുഹമ്മദ് ഷാഫി എന്നിവർ കുട്ടികളുമൊത്ത് സംവദിച്ചു. കുരുത്തോലയിൽ വിസ്മയം തീർക്കുന്ന സുബ്രഹ്മണ്യൻ, കുരുത്തോലയും ചിരട്ടയും കൊണ്ട് കരകൗശലം തീർക്കുന്ന മഹേഷ് കണ്ണൂരും കുട്ടികളുമായി കൂട്ടുകൂടി. കളിയരങ്ങുമായി സുധീഷ് നരീക്കോടും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ആർട്ടിസ്റ്റ് ഷൈജു K മാലൂരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. വിവിധ മീഡിയങ്ങളിലുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. 26-ന് പ്രദർശനം സമാപിക്കും.